എൻ്റെ പേര് ഷൈമോൾ. ഞാൻ ഉഴുവൂരിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 മാർച്ച് 12 നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഈ സ്റ്റേജിൽ കയറി നിന്ന് ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ച ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. ഞാനിപ്പോൾ സ്റ്റാഫ് നേഴ്സായി ജർമ്മനിയിൽ ജോലി ചെയ്യുന്നു. ഈ വർഷത്തെ ജപമാല റാലിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി 12 ദിവസത്തെ അവധിയെടുത്ത് വന്നതാണ്. ഞാൻ 2004 നേഴ്സിംഗ് പാസ് ഔട്ടായത്. അന്ന് മുതലുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു വിദേശത്ത് കുടുംബവുമായി ഒരു ജോലി. അന്ന് മുതൽ കാനഡ, UK, ഡെൻമാർക്ക് അങ്ങനെ പല രാജ്യങ്ങളിലേക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എങ്ങും ഒരു ജോലി ശരിയായില്ല, എന്നും തടസ്സമായിരുന്നു. അങ്ങനെ ഇരിക്കെ സൗദി അറേബ്യയിൽ ഒരു ജോലി കിട്ടി. പക്ഷെ 4 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റേതല്ലാത്ത കാരണത്താൽ, അതായത് അവിടുത്തെ ആൾക്കാർക്ക് ജോലിക്ക് വേണ്ടിയിട്ട് 20 പേരെ അവിടുന്ന് ടെർമിനേറ്റ് ചെയ്തപ്പോൾ കൂടെ എന്നെയും ടെർമിനേറ്റ് ചെയ്തു. അങ്ങനെ ആ ജോലിയും നഷ്ടമായി. അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ തന്നെയായിരുന്നു. വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് അങ്ങനെ എൻ്റെ കരിയർ തന്നെ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ വേദനയോടെ കഴിയുന്ന സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നതും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതും. അങ്ങനെ എനിക്ക് ജർമ്മനിക്ക് പോകുവാൻ പെട്ടെന്ന് ശരിയാവുകയും ജർമ്മൻ ഭാഷ മാതാവിൻ്റെ സഹായത്തോടെ അത് എത്രയും പെട്ടെന്ന് പാസ്സാകുവാനും ജർമ്മനിയിൽ 2023 ജൂലൈ മാസത്തിൽ ചെല്ലുവാനും എനിക്ക് സാധിച്ചു. ഇവിടുന്ന് ഉടമ്പടി എടുത്ത് അന്ന് മുതൽ അതിൻ്റെ പിറ്റേ ദിവസം മുതൽ കുമ്പസാരിച്ച് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് ജീവിച്ചു പോരുന്ന ഒരാളാണ് ഞാൻ. എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു. അച്ഛൻ്റെ എല്ലാ ചൊവ്വാഴ്ചയുമുള്ള യൂട്യൂബിലെ ഉടമ്പടി ആരാധന ഇന്ന് വരെ മുടങ്ങാതെ ഞാൻ കൂടിയിട്ടുണ്ട്. അതുപോലെ ബൈബിൾ വായന, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ ചെയ്തു പൊയ്ക്കൊണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പം ജർമ്മനി ചെന്ന് കഴിഞ്ഞ് അവിടെ B2 എക്സാം പാസ്സാകണമായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് എക്സാമിന് പോയി. ആ എക്സാമും പാസ്സായി. അത് കഴിഞ്ഞ് അവിടുത്തെ രജിസ്ട്രേഷൻ എക്സാമും പാസ്സാകാൻ അമ്മയും ഈശോയും മാതാവും എന്നെ സഹായിച്ചു. ഇതിനിടയ്ക്കെല്ലാം ഞാൻ സാക്ഷ്യങ്ങൾ എപ്പോഴും കേൾക്കുമായിരുന്നു. എക്സാമിനൊക്കെ പോകുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. അവിടെയെല്ലാം എന്നെ ശക്തിപ്പെടുത്തിയതും ബലപ്പെടുത്തിയതും അച്ഛൻ്റെ ടോക്കുകളും ഇവിടുത്തെ എല്ലാ സാക്ഷ്യങ്ങളുമായിരുന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സായി അവിടുത്തെ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കുടുംബത്തെ അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് അവിടെ ഒരു ഭവനം ആവശ്യമായിരുന്നു. അവിടെ ഒരു വീട് കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ കുട്ടികളുള്ളപ്പോൾ അവർക്ക് ജർമ്മൻകാർക്ക് വീട് വാടകയ്ക്ക് തരാൻ വളരെ മടിയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാനൊരു ദിവസം പള്ളിയിൽ കഴിഞ്ഞ് ഇങ്ങനെ അവിടെ കുരിശിൻ്റെ വഴി ചെല്ലിക്കൊണ്ടിരുന്നപ്പോൾ ആ പള്ളിയിൽ സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന ഒരു സ്ത്രീ വഴി എനിക്ക് അവിടെ വീട് കിട്ടി. അപ്പം അവർക്ക് ഈ 4 മക്കളുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വീട് തരാൻ. അപ്പം ഞാനിത് നിരന്തരമായി അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ എന്നും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് വാടകയ്ക്ക് വീട് തന്നേക്കുന്ന ആ ജർമ്മൻ സ്ത്രീക്കും 4 കുട്ടികളാണ്. അങ്ങനെ മാതാവ് എനിക്കായി ഒരു വീട് വാങ്ങി തന്നു. ആ വീട് കിട്ടിയത് ആ സമയത്ത് ഞാൻ ഇവിടെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി തിരിച്ച് വീട്ടിൽ ചെന്ന് 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്കിങ്ങനെ ഈ വീടിനെ പറ്റി ഒരു മെയിൽ വരികയും ഈ വീട് എനിക്ക് കിട്ടുകയും ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ ലീവ് കഴിഞ്ഞ് അങ്ങോട്ട് ജർമ്മനിയിലേക്ക് പോയി. അവിടെ ചെന്ന് പിറ്റേ ദിവസം തന്നെ പോയി വീട് കണ്ടു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ വാടകയൊക്കെ കൂടുതലാലോ, എന്നാ ചെയ്യണേ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിൽ തോന്നി എന്തെങ്കിലും ഉടമ്പടി അടയാളങ്ങൾ ആ വീട്ടിലുണ്ടെങ്കിൽ ആ വീട് എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തോടു കൂടി ഞാൻ പോയി. ഞാൻ അവിടെ ചെന്ന് ആ വീട് കണ്ടു കഴിഞ്ഞപ്പോൾ ആ വീടിനോട് ചേർന്ന് തന്നെ ഒരു പള്ളിയാണ് ആദ്യം ഞാൻ കണ്ടത് വീട് കാണാൻ പോയപ്പോൾ. അത് കഴിഞ്ഞ് എനിക്ക് കിട്ടിയ ആ വീട്ടിൻ്റെ ആ ചുവരിൽ തന്നെ ഒരു വലിയ കുരിശും പിന്നെ ആ വീടിൻ്റെ ജനാലകളൊക്കെ എല്ലാം പച്ച കളറിലുള്ള പെയിൻ്റാണ് അടിച്ചിരുന്നത്. അപ്പം ഞാൻ ഉറപ്പിച്ചു അത് മാതാവ് വഴി തന്നെ കിട്ടിയതാണ്. അങ്ങനെ ഞാൻ ആ വീടെടുത്ത് ഒക്ടോബർ ഈ മാസം 1-ാം തീയതി ഞാൻ ആ വീട്ടിലേക്ക് താമസം മാറി. അപ്പം അതിനുവേണ്ടി കുഞ്ഞുങ്ങളെയും എൻ്റെ ജീവിത പങ്കാളിയെയും കൊണ്ടുപോകാൻ വേണ്ടി വിസയ്ക്ക് അപ്ലൈ ചെയ്യണമായിരുന്നു. അപ്പം ഏജൻറ്റിനോട് ചോദിച്ചപ്പോൾ ഏജൻറ്റ് പറഞ്ഞു, നിങ്ങളുടെ വരുമാനം വെച്ച് നോക്കുമ്പോൾ അത് വിസ റിജക്ഷനേ വരുള്ളൂ. എന്നാന്ന് വെച്ചാൽ 5 പേർക്ക്
ഒരാൾക്കുടെ കീഴിൽ ഒന്നിച്ച് വിസ അടിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. അങ്ങനെ വേറെ ഒത്തിരി പേർക്ക് അങ്ങനെ റിജക്ഷൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് നടക്കും തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഏജൻറ്റ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ആയിട്ട് വെക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ജീവിത പങ്കാളിയുടെയും 2 മക്കളുടെയും, അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞ് അടുത്ത 2 പേരുടെയും വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. ആദ്യം ഓഗസ്റ്റ് 21 ജീവിത പങ്കാളിയുടെയും മൂത്ത 2 കുട്ടികളുടെയും വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും സെപ്റ്റംബർ 8 നോയമ്പെടുത്തു. മാതാവിൻ്റെ 8 നോയമ്പെടുത്തിട്ട് 8 ഇളയ കുഞ്ഞുങ്ങളുടെ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. സാധാരണ രീതിയിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 14 ദിവസത്തിനുള്ളിൽ അവിടെ എനിക്ക് ജർമ്മനിയിൽ നമ്മുടെ ഇവിടുത്തെ എംബസിയിൽ നിന്ന് അപ്രൂവലിന് വരും. പക്ഷെ വന്നില്ല, വളരെ തടസ്സമായിരുന്നു. ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. എല്ലാം കൂടെ ഒന്നിച്ച് വന്ന റിജക്ഷനേ ഉണ്ടാവുള്ളത് എനിക്കറിയാമായിരുന്നു. അങ്ങനെ എനിക്ക് വളരെ വിഷമമായി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇവിടുത്തെ ഉടമ്പടി ഞാൻ പുതുക്കിയപ്പോൾ എൻ്റെ ഒരു നിയോഗമായിരുന്നു ഒക്ടോബർ 25 ജപമാല റാലി കൂടണമെന്നുള്ളത്. ഞാനിങ്ങനെയാണ് മാതാവിനോട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയത്. ജപമാല റാലി കൂടി പോകുമ്പോൾ എൻ്റെ കുടുംബത്തോടൊപ്പം എനിക്ക് ജർമ്മനിക്ക് തിരിച്ചു പോകുവാനുള്ള അവസരം നീ ഒരുക്കി തരണം. അത് മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന. അങ്ങനെ ഈ വിസയുടെ കാര്യത്തിൽ ഒരു തീർച്ചയില്ല, തീരുമാനമില്ല. അങ്ങനെ ഞാൻ ഒത്തിരി വിഷമിച്ചു. ഞാൻ എന്നും ഈ അനുഗ്രഹ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ ഡോക്യുമെൻറ്റ്സ് കാണിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അത് വെച്ചാൽ എൻ്റെ കയ്യിൽ കുഞ്ഞുങ്ങളുടെ പാസ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ പാസ്പോർട്ട് എടുത്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അത് ഈശോയുടെ മാതാവിൻ്റെ മുന്നിൽ കൊണ്ടുവച്ച് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ഒത്തിരി ഉപ്പും വിതറി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ വിസ ഓഫീസിൽ വിളിച്ചു ചോദിച്ചപ്പം ഇതിൻ്റെ അപ്ഡേറ്റ്സിനെ പറ്റി വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതുവരെ ഇവിടെ ഒന്നും വന്നിട്ടില്ല, അങ്ങനെ ആകപ്പാട് തടസ്സപ്പെട്ട് കിടക്കുന്നു. ഞാൻ അവിടെ ലീവ് എഴുതി കൊടുത്തേക്കുന്നു. ഒക്ടോബർ 20 മുതലുള്ള ലീവ് എനിക്ക് ആകപ്പാടെ 12 ദിവസത്തെ ലീവേ ഇനി മിച്ചമുള്ളൂ. അപ്പം ജപമാല റാലി കൂടണം, അത് കഴിഞ്ഞിട്ട് തിരിച്ച് പോകണം, അപ്പോൾ ഇവരെയും കൊണ്ട് പോകണം. ഇതൊക്കെയായിരുന്നു എൻ്റെ പ്ലാനുകൾ. പക്ഷെ അതെല്ലാം തകിടം മറിയുന്നത് ഒരവസ്ഥയിലായി. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഒരു ദിവസം അവിടുന്ന് വിസ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഇതിൻ്റെ അപ്രൂവലിന് വേണ്ടിയിട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. വന്നപ്പം ഇവരുടെ 5 പേരുടെയും കൂടെ പേര് ഒന്നിച്ചു വന്നു. അപ്പോൾ പിന്നെ ഞാൻ ഉറപ്പിച്ചു, ശരി ഇത് റിജക്ഷൻ തന്നെ. എന്നാന്ന് വെച്ചാൽ അങ്ങനെ നടക്കത്തില്ലെന്നാണ് മനുഷ്യ ബുദ്ധിയിൽ ആശ്രയിച്ച് എന്നോട് ഏജൻറ്റുമാർ പറഞ്ഞത്. അതൊരിക്കലും നടക്കത്തില്ല അങ്ങനെ പറഞ്ഞു. അങ്ങനെ എനിക്ക് ആകപ്പാടെ വിഷമമായി. ഞാൻ ജപമാല 4 ജപമാല ഒന്നിച്ച് ചൊല്ലി മാതാവിനോട് ചോദിച്ചു ഇതിനെന്താണ് ഒരു പരിഹാരം, എനിക്കറിയില്ല എന്നാ ചെയ്യേണ്ടതെന്ന്. എനിക്ക് പക്ഷേ 2 കുട്ടികൾ ഇവിടെ ഇട്ട് 2 കുട്ടികൾ അവിടെ, അങ്ങനെ പറ്റത്തില്ല, എനിക്ക് എൻ്റെ കുടുംബത്തോടൊപ്പം ജീവിക്കണം മാതാവേ എന്നും പറഞ്ഞ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങനെ അച്ഛൻ്റെ ആരാധനയും കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ മനസ്സിൽ തോന്നി, ഞാൻ അവരുടെ ഓഫീസിൽ വിളിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു നീ ഒരു മിനി ജോബിന് ശ്രമിക്ക്, ചിലപ്പോൾ മിനി ജോബ് ചെയ്യുമ്പോൾ ഇച്ചിരിയും കൂടെ വരുമാനം കൂട്ടി കിട്ടും, അപ്പോൾ എല്ലാവർക്കും കൂടെ വിസ അടിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഒരു മിനി ജോബിന് വേണ്ടിയിട്ട് അന്വേഷിച്ചിട്ട് എനിക്കെങ്ങും മിനി ജോബ് കിട്ടുന്നില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല, എനിക്കെന്തായാലും ജപമാല റാലി കൂടി കഴിഞ്ഞ് എൻ്റെ കുടുംബത്തോടൊപ്പം സാക്ഷ്യം പറഞ്ഞ് എനിക്കിങ്ങോട്ട് പോരുകയും ചെയ്യണം, എനിക്കെന്നാന്ന് അറിയത്തില്ല, നീ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ എൻ്റെ പള്ളിയിൽ വെച്ച് ഞാൻ കണ്ട ഒരു ജർമ്മൻ സ്ത്രീ, അവരെന്നെ ഇങ്ങോട്ട് വന്ന് സഹായിച്ചു. അവരെന്നോട് പറഞ്ഞു നീ വിഷമിക്കണ്ട, നിനക്ക് മിനി ജോബ് ഞങ്ങൾ ഒരു മിനി ജോബായിട്ട് തരാം എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അവർ എല്ലാ മാസവും എൻ്റെ അക്കൗണ്ടിലേക്ക് 500 യൂറോ വെച്ച് ഇട്ട് തന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ അവർ മുന്നോട്ട് വന്നു. അതായത് അവർ എന്നെ ഫാമിലി സപ്പോർട്ട് ചെയ്യാമെന്ന് അവർ ഏറ്റെടുത്തു. അങ്ങനെ എനിക്ക് ആ രീതിയിൽ എനിക്ക് വരുമാനം അങ്ങനെ കൂടി. അങ്ങനെ അവിടുത്തെ പേപ്പറുകളെല്ലാം മുന്നോട്ട് നീക്കി. എന്നിട്ടും വിസയുടെ കാര്യത്തിൽ ഒരു തീരുമാനമില്ല. എന്നാന്ന് വെച്ചാൽ എൻ്റെ പേപ്പർ വർക്കുകൾ ചെയ്യുന്ന ഉത്തരവാദിത്തപ്പെട്ട ആൾ ലീവായി. പിന്നെ അത് കഴിഞ്ഞപ്പം ആ മനുഷ്യൻ ഇത് സിക്കായി. അങ്ങനെ എൻ്റെ പേപ്പർ അവിടെ എല്ലാം തടസ്സപ്പെട്ട് കിടക്കുവാണ്. ഇവിടെ 20 ഞാൻ ലീവ് എഴുതി കൊടുത്തേക്കുന്നു, ടിക്കറ്റൊന്നും എടുത്തിട്ടില്ല. പക്ഷേ എനിക്കിങ്ങ് പോരണം, എനിക്കിതിൻ്റെ കാര്യത്തിൽ തീരുമാനം അറിയാതെ ഇങ്ങ് പോരത്തില്ല, എനിക്ക് ജപമാല റാലി കൂടണം, എനിക്കറിയില്ല എന്നാ ചെയ്യേണ്ടതെന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്.
ലാസ്റ്റ് ഞാൻ മാതാവിനോട് ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഒക്ടോബർ 20 ഞാൻ ഡേറ്റ് ഇട്ടു. എനിക്ക് ഒക്ടോബർ 20 എന്താന്ന് വെച്ചാൽ ഒരു ഉറച്ച തീരുമാനം എനിക്ക് തരണം. എനിക്ക് പക്ഷേ റാലി കൂടണമെന്നുണ്ട്. ഇനി നിൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ഞാൻ റാലിക്ക് വരത്തില്ല, പക്ഷേ എനിക്ക് റാലി കൂടണമെന്നുണ്ട്. മാതാവേ, നീ തന്നെ എന്നോക്ക് വേണ്ടി പ്രവർത്തിക്കണേ. നീ സഞ്ചാരി മാതാവല്ലേ, സമയ ചുരുക്കത്തിൻ്റെ അമ്മയല്ലേ, നിനക്ക് സഹായിക്കാൻ എന്നെ സഹായിക്കാൻ പറ്റും എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് 19 തീയതിയായി. 19 വരെ എനിക്ക് അവിടെ ഡ്യൂട്ടിയുള്ളൂ. 20 മുതൽ എനിക്ക് ലീവാണ്. എനിക്കറിയത്തില്ല എന്നാ ചെയ്യേണ്ടതെന്ന്. 19 ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാനിങ്ങനെ നീറുകയാണ്. അങ്ങനെ ഞാൻ സമ്പൂർണ്ണ ജപമാല പിന്നെയും ചൊല്ലി ഞാൻ ബൈബിൾ തുറന്നു. എപ്പോഴും ഞാൻ അങ്ങനെയാണ്, ഈശോയോട് സംസാരിച്ചിട്ട് ബൈബിൾ തുറന്നു നോക്കുമ്പോൾ എനിക്ക് അതിന് അനുയോജ്യമായ ഉത്തരം എപ്പോഴും ബൈബിളിൽ നിന്ന് കിട്ടാറുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനുള്ളൊരു ഉത്തരം ബൈബിളിൽ നിന്ന് എവിടെ നിന്നെങ്കിലും കിട്ടിയിരിക്കും. അന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ബൈബിൾ തുറന്നപ്പം എനിക്ക് കിട്ടിയത് ഹബക്കുക്ക് പ്രവാചകൻ്റെ 1-ാം അധ്യായം 5-ാമത്തെ വാക്യമാണ്. ദൈവത്തിൻ്റെ മറുപടി: ആരും പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി, ഒരത്ഭുതം നിൻ്റെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഈ വചനം എന്നെ വളരെയധികം സ്പർശിച്ചു. ഞാൻ അന്നേരം തന്നെ പള്ളിയിലേക്ക് ഓടി. അന്നത്തെ കുർബാന കൂടി. അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എന്തായാലും വിസയുടെ കാര്യത്തിൽ ഇതുവരെ ഒരു അറിവുമില്ല. ഞാൻ എന്തായാലും ടിക്കറ്റ് ബുക്ക് ചെയ്യാണ്. ജപമാല റാലി കൂടാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാണ്. നീ വിചാരിച്ചാൽ എനിക്കെൻ്റെ കുടുംബത്തോടൊപ്പം തിരിച്ചിങ്ങോട്ട് പോരാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ടിക്കറ്റ് ബുക്ക് ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജർമ്മനിയിലെ വിസ ഓഫീസിൽ നിന്ന് എനിക്കൊരു മെയിൽ വന്നു. അവിടുത്തെ പേപ്പറുകളെല്ലാം ഇങ്ങോട്ടേക്ക് പോന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലൊരു മെയിൽ വന്നു. അതായത് ഒരു പ്രതീക്ഷ, പക്ഷെ അന്നേരം ഉറപ്പൊന്നുമില്ല. അങ്ങനെ ഞാൻ അവിടുന്ന് പോന്നു. ഞാൻ 22 അവിടുന്ന് ജർമ്മനിയിൽ നിന്ന് ഇങ്ങോട്ട് പോന്നു. 23 ഇവിടെ എത്തി. രാവിലെ ഞാൻ ഇങ്ങോട്ട് കൃപാസനത്തിലേക്കാണ് ഡയറക്റ്റ് വന്നത്. എന്നിട്ട് ഞാൻ ജീവിത പങ്കാളിയോട് പറഞ്ഞു, കൃപാസനത്തിലേക്ക് വരാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി പുതുക്കി ഹസ്ബൻഡ് പുതിയതായിട്ട് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി. അതിൻ്റെ പിറ്റേ ദിവസം വന്ന് ജപമാല റാലിയും കൂടി 27-ാം തീയതി കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3 മണിയായപ്പം വിസ വരികയാണ്. വിസ വന്ന് തുറന്നു നോക്കാൻ അപ്പടി ഒരു പേടിയായിരുന്നു. എന്താണ് റിജക്ഷനാണ്, നമുക്ക് തുറന്നു നോക്കുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ തുറന്നു നോക്കിയപ്പം ദൈവം അനുഗ്രഹിച്ച് മാതാവിൻ്റെ കൃപയാൽ എല്ലാവർക്കും വിസ അടിച്ച് കിട്ടി. അതിന് ഈശോയ്ക്കും മാതാവിനോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. അതിലേറ്റവും അത്ഭുതപ്പെടുത്തിയത് എൻ്റെ വിസ അടിച്ചത് ഞാൻ എന്നാണോ ഇവിടെ കൃപാസനത്തിൽ വന്നത് 23-ാം തീയതി ആ ഡേറ്റിലാണ് എൻ്റെ വിസ അടിച്ചേക്കുന്നത്. അത് നടക്കുന്ന കാര്യമല്ല. എന്നാന്ന് വെച്ചാൽ 20-ാം തീയതിയാണ് അവിടുന്ന് പേപ്പറുകൾ പോന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അത് ഏറ്റവും കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും എടുക്കാതെ ഇവിടെ ആർക്കും അങ്ങനെ വിസ അടിച്ച് ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ആണേലും 2 ആഴ്ച അല്ലെ 3 ആഴ്ച അങ്ങനെയൊക്കെ എടുത്താണ് വിസ അടിക്കുന്നത്. അതിനോർത്ത് മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നത്തെ എൻ്റെ സാക്ഷി എന്ന് പറഞ്ഞാൽ, എൻ്റെ 2-ാമത്തെ കുഞ്ഞിന് ഇങ്ങനെ ബെഡ് വെറ്റിംഗ് ഉണ്ടായിരുന്നു. അവൻ ജനിച്ച കാലം മുതലുണ്ടായിരുന്നായിരുന്നു. അപ്പോൾ ഞാനിവിടെ നാട്ടിൽ വരുമ്പോൾ, നാട്ടിലുള്ള സമയത്ത് അവൻ്റെ അടിവയറ്റിൽ തൈലം തേച്ച്, ഉടമ്പടി തൈലം തേച്ച് കുരിശിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അത് പൂർണ്ണമായും മാതാവ് എടുത്തു മാറ്റി. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ പാമ്പിൻ്റെ ശല്യം എന്ന് പറഞ്ഞാൽ അത് വളരെ കൂടുതലായിരുന്നു. ഞങ്ങളുടെ അടുക്കളയിലും ഒക്കെ ഇങ്ങനെ വളരെ വിഷമുള്ള പാമ്പിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ജനലിലും അങ്ങനെ നമ്മുടെ വീടിൻ്റെ അകത്ത് ഒത്തിരി പാമ്പിൻ്റെ ശല്യമുണ്ടായിരുന്നു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ പെരയ്ക്ക് ചുറ്റും ഉടമ്പടി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിന് ശേഷം ഇപ്പം പാമ്പിൻ്റെ ശല്യം പെരയുടെ അകത്ത് ഒട്ടുമേയില്ല. അത് പൂർണ്ണമായും മാറിപ്പോയി. ഇത്രയും അനുഗ്രഹങ്ങളെല്ലാം തന്ന പരിശുദ്ധ ദൈവമാതാവിനും ഈശോപ്പായ്ക്കും 1 കോടി നന്ദി പറയുന്നു. പിന്നെ ഞാൻ കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്യാറ്, ഇവിടുന്ന് ഞാൻ പോകുമ്പോൾ, എല്ലാ പ്രാവശ്യവും പോകുമ്പോൾ ജർമ്മൻ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി അവിടുത്തെ പള്ളികളിൽ കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ ശുശ്രൂഷിക്കുന്ന രോഗികൾക്ക് മാതാവിനെ പറ്റി പറഞ്ഞ് കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുമുണ്ട്. പിന്നെ അതുകൂടാതെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഭിന്നശേഷിക്കാരുടെ അവരെ നോക്കുന്നവർ അവിടെ കൊണ്ട് സഹായം ചെയ്യാറുണ്ട്. പിന്നെ എല്ലാ ദിവസവും ഞാൻ ബൈബിള് വായിക്കുവാനും
മാസത്തിൽ കുമ്പസാരിക്കുവാനും, അവിടെ കുമ്പസാരിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാലും മാസത്തിൽ കുമ്പസാരിക്കുവാനും അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കുവാനും എല്ലാം ശ്രമിക്കാറുണ്ട്. ഇത്ര അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. നിത്യത ലക്ഷ്യമാക്കി ജീവിക്കുവാനാണ് ഞാനും എൻ്റെ കുടുംബവും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. എൻ്റെ കുഞ്ഞുങ്ങൾ അൾത്താരയിൽ കയറി ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനും എല്ലാം ദൈവം ഒരുക്കി. ഇതെല്ലാം ഈ അനുഗ്രഹങ്ങളെല്ലാം കിട്ടിയത് ഉടമ്പടിക്ക് ശേഷമാണ്. ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം ജർമ്മനിയിലേക്ക് പോകുമ്പം നിങ്ങളെല്ലാവരും ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. യെശയ്യാ 54:10 നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരുത്തുകയുമില്ല. യേശുവിൽ പ്രിയമുള്ളവരെ, ഷൈമോളുടെ സാക്ഷ്യം നമ്മൾ കേട്ടത്. പരിശുദ്ധ അമ്മയോട് കരഞ്ഞു പറയുന്നതൊന്നും അമ്മ തള്ളിക്കളയുകയില്ലെന്ന്. വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുകയാണ് വിദേശത്ത് കുടുംബസമേതം 4 മക്കളും ജീവിത പങ്കാളിയുമായി പോകണമെന്ന്. പലയിടങ്ങളിലെല്ലാം റിജക്ഷൻ വന്നു. പല സ്ഥലത്തുനിന്നെല്ലാം തള്ളിക്കളയുന്ന സമയങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മയെ കൂട്ടുവിളിച്ചു. എനിക്ക് അമ്മയല്ലാതെ വേറെ ആരുമില്ല, ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് കൃപാസനത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്തണം, ഉടമ്പടി പുതുക്കണം, ജപമാല റാലിയിൽ പങ്കെടുക്കണം. ഇതാരോടാ വാക്ക് പറയുന്നത്? പരിശുദ്ധ അമ്മയോടാ. അമ്മയോട് വാക്ക് പറഞ്ഞിട്ട് അത് പാലിക്കാതിരുന്നാൽ അമ്മ അത് തള്ളിക്കളയും. അത് പാലിച്ചാലോ അമ്മ ഇരട്ടി അനുഗ്രഹങ്ങൾ തരും. മനുഷ്യരോടല്ല വാക്ക് പറയുന്നതെന്ന് ഓർക്കണം. ഈ മോള് പറഞ്ഞ കാര്യം അവരുടെ മക്കൾക്ക് കുടുംബസമേതം വിദേശത്ത്, അതായത് ജർമ്മനിയിൽ ജോലിക്ക് പോകണം. അവിടേക്ക് വീട് കിട്ടാൻ വളരെയധികം പ്രയാസമുള്ളവളാണ്. എന്നാൽ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കൊരു വീട് തരണം, അത് അമ്മ തന്ന വീടാണെന്നൊരു അടയാളമുണ്ടാകണം. അത് പള്ളിയുടെ അടുത്തുള്ളൊരു വീടായിരുന്നു. ആ വീടിൻ്റെ മുന്നിലൊരു കുരിശ് കണ്ടു. ഇത് ഈശോയും അമ്മയും തന്നതാണെന്ന് മനസ്സിലാക്കാൻ ആ വീടിന് കളർ പച്ചയായിരുന്നു. ഇങ്ങനെയുള്ള അടയാളം കൊടുത്ത് അമ്മ തന്ന വീടാണെന്നവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അതിനുശേഷം അതിൻ്റെ കടമ്പ കടക്കുവാൻ ആ 4 മക്കളുള്ളത് കൊണ്ട് അവിടെ വീട് കിട്ടുകയില്ലായിരുന്നു. പള്ളിയിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, നിനക്ക് എന്നെ സഹായിക്കാൻ ഞാനുണ്ടെന്ന്. അമ്മ അവിടെയും ചെന്നു. അമ്മ കാനായിലെ കല്യാണ വിരുന്നിൽ ഓടി നടന്നതുപോലെ നമ്മുടെ അമ്മ സഞ്ചാരി അമ്മയാണ്. സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ അവിടെ ചെന്നിട്ട് പറയുകയാണ്, നിൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെട്ടോളാമെന്ന് ആ ഒരു മകളിലൂടെ പറയുകയാണ്. അങ്ങനെ അവർക്ക് എല്ലാ കാര്യങ്ങളും അമ്മ തിടുക്കത്തിൽ ചെയ്തതുപോലെ ഇവർക്ക് തിടുക്കത്തിൽ ചെയ്തു കൊടുക്കുകയാണ്. അമ്മയുടെ ജീവിതമെല്ലാം തിടുക്കത്തിലാണ്. എലിശു അമ്മയെ കാണാൻ പോകുന്നത് തിടുക്കത്തിലാണ്. ആ തിടുക്കത്തിൽ കല്യാണ വിരുന്നിലും തിടുക്കത്തിലായിരുന്നു അമ്മ പ്രവർത്തിച്ചത്. അമ്മയോട് തേപ്പിക്കണതെല്ലാം, അമ്മയെ കാണേണ്ടത്, അമ്മയോട് പറയുന്നതെല്ലാം അമ്മ ഉടനെ ഈശോയോട് പറയും. അവരുടെ കാര്യത്തിൽ നീ ഇടപെടണം. ഇതാണ് പരിശുദ്ധ അമ്മ ചെയ്യുന്നത്. അമ്മേ, കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഞാൻ ജപമാല റാലിയിൽ വന്നു കഴിയുമ്പോൾ എനിക്ക് ജപമാല റാലിയും പങ്കെടുത്തു, സാക്ഷ്യവും പറഞ്ഞ് എനിക്ക് ഉടമ്പടി പുതുക്കിയിട്ട് ജർമ്മനിക്ക് കുടുംബസമേതം പോകാൻ അമ്മ ഇടയാക്കണമെന്ന്. ആ വിസ ഉടനെ അടിച്ചു കൊടുക്കുക 5 പേർക്കും. ഇതാ പരിശുദ്ധ അമ്മ ചെയ്തത്. അമ്മയോട് പറഞ്ഞ വാക്ക് പാലിച്ചു, അത് അമ്മയും പാലിച്ചു. ഉടമ്പടി ജീവിതത്തിൽ അവരെങ്ങനെയാണോ പെരുമാറിയത്, അതായിരുന്നു അവരുടെ ജീവിതത്തിൽ അമ്മ ചെയ്തു കൊടുത്ത വലിയ കൃപയും വലിയ അനുഗ്രഹവും. ഞാൻ നിന്നെ കൈപിടിച്ചു നടത്തി സംരക്ഷിച്ചു. അന്ധർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗ്രഹത്തിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്നും മോചിപ്പിക്കുന്നതിനും വേണ്ടി
ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി മാറ്റി. പരിശുദ്ധമ്മ വഴി ഈശോ നൽകിയ വൻ കൃപകൾക്ക് കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.